സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ ഉത്ഥാനത്തിരുന്നാൾ കണ്ടത്. ദാവീദ് പ്രവചിച്ചിരുന്ന പോലെ അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. മൂന്നാം നാൾ കല്ലറയിൽ നിന്നും സ്വന്തം ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റവൻ അതിനു മുമ്പ് വലിയ സഹനത്തിലൂടെ കടന്നുപോയതാണ്. ഒരത്ഭുതവും നടന്നില്ല. കർത്താവിൻ്റെ പീഡാനുഭവ സമയം ഒരത്ഭുതവുമില്ല, സഹനം മാത്രം. മനുഷ്യവർഗത്തിന് രക്ഷയ്ക്കായി വിലയായി സാത്താൻ ആവശ്യപ്പെട്ടത് യേശുവിൻ്റെ സഹനമായിരുന്നു. പറയുമ്പോൾ അങ്ങേയറ്റം അവനെ പീഡിപ്പിച്ചു. അവൻ നിശബ്ദനായി എല്ലാം സഹിച്ചു, നമ്മെ ഓർത്ത് നമ്മെ വീണ്ടെടുക്കാനായിട്ട്. കാരണം അതായിരുന്നു സാത്താൻ ആവശ്യപ്പെട്ട വില, അവൻ്റെ ജീവൻ. നിശബ്ദനായി എല്ലാം, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും സകല കുറ്റാരോപണങ്ങളും തന്റെ മേൽ വന്നപ്പോഴും അവൻ നിശബ്ദനായി നിന്നു, തലകുനിച്ചു നിന്നു. അതെല്ലാം പിന്നീട് നടന്ന വലിയ അത്ഭുത ഉത്ഥാനത്തിന്റെ മുന്നോടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ പോലെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണം. ഇന്ന് അത്ഭുതങ്ങളെ കുറിച്ചാണ് ദൈവവചനം നമ്മൾ പറയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം, അത്ഭുതം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അസാധ്യമായതാണ്. ദൈവം പ്രവർത്തിക്കുന്നതിനാണ് അത്ഭുതം നമ്മൾ പറയുന്നത്. അല്ല, മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിനാണ് അത്ഭുതം എന്ന് പറയുക. ഇത് ഒന്നാമത്തെ വായന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായം 17 കാരാഗൃഹത്തിൽ നിന്നും മോചനം. പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് വന്ന സദ്ദുക്കായ വിഭാഗം അസൂയ നിറഞ്ഞ അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ചു പൊതു കാരാഗൃഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗൃഹ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നമുക്ക് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നവരെ പുറത്തു കൊണ്ടുവന്നു. ഒരു അത്ഭുതമാണ്. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർ നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും കാണുന്നുണ്ട്. പത്രോസ് 12 കാണുന്നുണ്ട്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദോസ് രാജാവ് കൊന്നു, വാളിനെരി. അവിടെ അത്ഭുതമൊന്നുമില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. യോഹന്നാന്റെ സബദീപുത്രന്മാരായ യാക്കോബ് യോഹന്നാനും യോഹന്നാന്റെ സഹോദരനായ യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന യോഹന്നാന്റെ സ്വന്തം സഹോദരനെ യാക്കോബിനെ ഹെരോദോസ് കൊന്നുകളഞ്ഞു, വാളിന് ഇരയാക്കി. യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു. നമ്മൾ വായിക്കും താഴെ, പത്രോസിനെ അവർ കാരാഗൃഹത്തിൽ അടച്ച് ബന്ധനസ്ഥനാക്കാൻ. അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസങ്ങളായിരുന്നു. അവനെ കാരാഗൃഹത്തിൽ അടച്ചതിനു ശേഷം 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ അവന് കാവൽ നിയോഗിച്ചു. പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിനു മുമ്പിൽ കൊണ്ടുവരാനായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വായിക്കുന്നത്, പരസ്യവിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങിയ ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനമുണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ.
നമുക്ക് മനുഷ്യബുദ്ധിക്ക് ഈ കാലഘട്ടങ്ങളിൽ, യുക്തിയുടെയും ബുദ്ധിയുടെയും ശാസ്ത്രത്തിൻ്റെയുമായ കാലഘട്ടങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം, ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്ത കാര്യമാണ്. എന്നാൽ ഇതും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. ഇന്ന് ജോർജിയയിൽ നിന്നും പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ സാലി വയസ്സ് നമ്മളെ സംഗീതത്തിന് 146 ഓർപ്പിച്ചത്. അവിടെ പറഞ്ഞതാണ്, കർത്താവിനെ സ്തുതിക്കുവാൻ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും, ജീവിതകാലം മുഴുവനും എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വെക്കരുത്, അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു. അന്ന് അവന്റെ പദ്ധതികൾ മണ്ണടിയുന്നു. യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ തന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. താഴോട്ട് വായിക്കുന്നുണ്ട്, കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു, മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു, കർത്താവ് അന്ധരുടെ കണ്ണ് തുറപ്പിക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു, അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് നീതിമാന്മാരെ എന്ന് പറയുമ്പോൾ ദൈവം പൂർണ്ണമായും നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മെക്കുറിച്ചുള്ള ദൈവഗീതം അതെന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അത്ഭുതം നടന്നേക്കാം, നടക്കാതിരുന്നേക്കാം. യാക്കോബ് കർത്താവിൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരിലല്ലേ. എപ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്, കർത്താവിൻ്റെ ജീവിതത്തിൽ യേശുവിനെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കൂടെ കൊണ്ടുപോകാനായിട്ട് ഈ യാക്കോബിനെ ആവശ്യമായിരുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും, ഈ 3 പേര് യേശുവിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്, ഗത്സമേൻ തോട്ടത്തിൽ യേശു കയറിയപ്പോൾ 12 പേരെ കൊണ്ടുപോയില്ല. ഒരാൾ കർത്താവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് അവൻ പോയി, യൂദാസ്. ബാക്കി 11 പേരെ ഉണ്ടെങ്കിൽ അതിൽ 8 പേരെയും തോട്ടത്തിന്റെ വാതിക്കൽ ഇരുത്തിയിട്ട് യേശുവിന്റെ കൂടെ അടുത്തിരിക്കാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുവന്നു. ഈ യാക്കോബിനെയും വീണ്ടും നമ്മൾ കാണുന്ന താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ തന്റെ കൂടെ കൊണ്ടുപോയത് ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ആയിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ കാണുന്നത്, ജായിറോസിന്റെ വീട്ടിലെ മകള് മരിച്ചുപോയി. അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോകുന്ന വഴിക്ക് വേലക്കാർ വന്ന് പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകണ്ട, ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, അവൾ മരിച്ചുപോയി. ഈശോ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞത് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആ കുഴലൂത്തുകാരെ എല്ലാം പുറത്താക്കി യേശുവിനെ കളിയാക്കാണ്. ഇവനെന്താ കുഞ്ഞു മണ്ടേ മരിച്ചു കഴിഞ്ഞു, അവൾ ഉറങ്ങുകയാണെന്ന് ഇവൻ പറയുന്നു, ഇവന് വിവരമില്ല എന്ന് പറഞ്ഞു. വിശ്വാസമില്ലാത്ത ഒരു തലമുറയെ അത്ഭുതം യേശുവിന് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് വിശ്വാസം, ദൈവത്തിൽ ആശ്രയിക്കുന്നവര്, ഗീത 146 കേട്ടാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവര്, പ്രഭുക്കന്മാരിലല്ല മറ്റൊന്നിലുള്ള ദൈവത്തിൽ ആശ്രയം വെക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലയാണ്. അപ്പോൾ കർത്താവ് യേശുവിന് പോലും അത് ആവശ്യമായിരുന്നു. നമുക്കറിയാം, ആ വീട്ടില് ആ കുഞ്ഞിന് ജീവൻ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞിന്റെ അപ്പനും അമ്മയാണ്. ജായിറോസ് യേശുവിനെ തേടി വന്ന ജായിറോസും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും, അതായത് ആ മുറിയിലെ കുഞ്ഞു കിടന്നിരുന്ന മുറിയിലേക്ക് കർത്താവ് കയറിയിട്ട് ആ കഥ അടച്ചു. നമുക്കറിയാം, കൊണ്ടുപോയത് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പിന്നെ ആ കുഞ്ഞിന്റെ അപ്പനെയും അമ്മയെയും മാത്രമായിട്ടാണ് കുഞ്ഞ് മരിച്ചു കിടന്ന മുറിയിലേക്ക് ഈശോ കിടന്നത്. അവിടെ തന്റെ ചുറ്റുപാട് നിൽക്കുന്നവരിൽ ഒരു സംശയവുമില്ല. ആമേൻ, ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന നിരന്തരം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഹൃദയത്തിൽ നല്ല ഉറപ്പുള്ളവരെയാണ് അല്ലേ. അവിടെ ആ അത്ഭുതം സംഭവിച്ചു. ആ കുഞ്ഞിന്റെ നേരൊക്കെ തലീത്താകും ബാലികേ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശു തന്റെ ചുറ്റുപാടുമുള്ള, ഞാൻ പറയും, സഭയുടെ ഒരു പ്രതീകമാണ്. അവിടെ 4-5 പേർ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും എന്ന് യേശു പറഞ്ഞു. വിശ്വാസമുള്ള ഒരു സമൂഹം ആ ഒരു മുറിയിൽ കയറിയ പോലെ ഇന്ന് ലോകമെമ്പാടുള്ള ക്രിസ്ത്യാനികളൊന്നും ഒരുമിച്ച് കൂടുകയാണ്, യേശുവിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ എന്തെല്ലാം സംഭവിക്കുക, അനുഗ്രഹങ്ങൾ ലോകത്തിനുണ്ടാകും. ആ ഒരു വിളിയാണ് നമുക്കുള്ളത്. അതെ, ഇന്ന് പ്രതിവചന സങ്കീർത്തനം 34 നിന്നാണ് എടുത്തിരിക്കുക. അവിടെയും നിന്നാണ്, എൻ്റെ കർത്താവിനെ ഞാൻ എന്നേക്കും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിലുണ്ടായിരിക്കും.
കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളും, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഒരുമനയോടെ. വലിയൊരു കാര്യമാണ്. കർത്താവിനോടൊപ്പം നിൽക്കുവാനായിട്ട് സാധിക്കുന്നവരെ കർത്താവ് എപ്പോഴും കൂടെ കൊണ്ട് നടന്നിരുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഒരു സമൂഹം, തിരുസഭ, നമുക്കിതെന്ന് സാധ്യമാകുകയാണെങ്കിൽ ഒത്തിരി അനുഗ്രഹമാണ്. നമ്മൾ യുക്തിയിലും ബുദ്ധിയിലും ശാസ്ത്രത്തിലും ശക്തിയിലും മനുഷ്യന്റെ കരബലത്തിലും ഒക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതിലൊന്നുമല്ല, ദൈവ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സക്രിയ പ്രവാചകൻ. കരബലത്താലല്ല, സൈന്യബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ള ഒരു സമൂഹം, തിരുസഭ, നമ്മളിന്ന് പൂർണ്ണമായി അങ്ങനെ ആയിരിക്കുവാനായിട്ട് ഞാൻ കർത്താവിനെ തേടുന്നവരായിരിക്കണം. നമുക്ക് മറ്റൊന്നിലും ആശ്രയം വയ്ക്കാനല്ല, കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരളി, സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. നമുക്ക് ദൈവത്തെ, ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കുകയാണ്, നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവത്തിൽ പലപ്പോഴും ഭയമാണ്, ആശ്രയമില്ല, സംശയമാണ്. നമ്മളുടെയൊക്കെ പ്രശ്നം അതാണ്. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരളി, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ അല്ലേ, ദാസന്റെ കണ്ണുകൾ യജമാനന്റെ മുഖത്തേക്കും ദാസിയുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കും, ദൈവമേ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. നമുക്കെന്നത് പറയാൻ പറ്റുമോ? നമ്മൾ ആശ്രയിക്കുന്നത് അത്രമാത്രം ദൈവത്തിലാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു. നല്ല എളിമ, പൂർണ്ണമായിട്ടും എളിമയുള്ളൊരു മനസ്സോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിലവിളിക്കുന്നല്ലേ, നിലവിളിക്കുന്നൊരു മനസ്സ്, ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളി, അതായത് നിലമറന്ന് വിളിക്കുന്നതിനാണ് നിലവിളി എന്ന് പറയാം. നമുക്കാണെ പതുക്കെ വിളിക്കാം. എല്ലാം മറന്ന് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുക, അവനെ ആരാധിക്കാം. അതാണ് ഒരു നിലവിളി എന്ന് പറയുന്നത്. നമുക്ക് വേറെന്തൊരു ആശ്രയിക്കാനില്ല. നമ്മുടെ പണമോ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോ മറ്റുള്ളവരോ ഒന്നും നമുക്ക് സഹായിക്കില്ല. നമ്മുടെ നില മറന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന, ഈ ലോകത്തിലുള്ള നിലയും വിലയും ഒക്കെ മറന്ന് ദൈവത്തെ വിളിക്കുന്നതിനാണ് നിലവിളി എന്ന് അല്ലേ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. വീണ്ടും കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഇന്ന് ഇല്ലേ, അവര് അപ്പസ്തോലന്മാരെ പുറത്തുകൊണ്ട് കർത്താവിൻ്റെ ദൂതൻ ആരെയാണ്? ദൈവഭക്തരെ എന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ടും യേശുവിനെ ആശ്രയിച്ച്, ഒരു സംശയം കൂടാതെ. കുഴപ്പമൊന്നുമില്ല, ഈ ജയിലിൽ കാരാഗ്രഹത്തിൽ കിടന്നാലും കുഴപ്പമൊന്നും, ഇതെന്റെ ഭാഗമാണെന്ന് വിചാരിച്ച് കർത്താവിനെ ആശ്രയിക്കുന്നവരും. പഴയ നിയമത്തിലെ 3 ദാനിയേലിന്റെ കൂട്ടുകാർ, 3 യുവാക്കള് അല്ലെ, അവര് ദൈവത്തിൽ ദൈവഭക്തർ എന്ന് പറയാം. അവര് പറയുന്നുണ്ട്, ഞങ്ങള് നെബൂഖദ്നേസർ രാജാവേ, നീ പറയുന്ന ഈ വിഗ്രഹത്തെ ഞങ്ങൾ ഒരിക്കലും, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും, മതിയാവണം, ഞങ്ങളെ രക്ഷിക്കും. ഇനിയും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ഈ ബിംബത്തെ ആരാധിക്കത്തില്ല, ഞങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അതാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. മറ്റൊന്നിനും ആശ്രയിക്കാനല്ല. ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് എന്ന് പറയുന്ന ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ട് അവരെ പരിപാലിക്കുന്ന പത്രോസിനെ, പിന്നെ അതുപോലെ അപ്പസ്തോലന്മാരെയൊക്കെ രക്ഷിച്ച അതേ ദൈവം ഇന്നും നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചുകൊണ്ട് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയണം. ചുമ്മാ ഇങ്ങനെ അവരും പറഞ്ഞൊന്നല്ല നമ്മൾ അല്ലേ. പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്ന് അവരും പറയും, പക്ഷെ നമുക്കറിയാം, നമ്മൾ രുചിച്ചളഞ്ഞ് നമുക്കറിയാം പഞ്ചസാരയ്ക്ക് മധുരമുണ്ട്. ഉപ്പ് രസം എന്താണെന്ന് നമുക്കറിയാം. കണ്ടാൽ ഒരുപോലെ ഇരിക്കില്ല. നമ്മൾ ഇത് ഉപ്പാന്ന് തോന്നില്ല, പഞ്ചസാരയാന്ന് നമുക്ക് അബദ്ധം വരില്ല. പലപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് പഞ്ചസാരയെന്ന് അറിയില്ല, ഉപ്പാണെന്ന് അറിയാതെ പഞ്ചസാര ഇട്ടെന്ന് പറഞ്ഞു. രുചിച്ചറിയുമ്പോഴാണ് നിനക്ക് കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടല്ലേ, എത്രയോ അനുഭവങ്ങൾ. അത് നമ്മൾ ഉറച്ചു നിൽക്കണം. കർത്താവ് എത്ര നല്ല രുചിച്ചറിവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. മറ്റൊന്നിലും ആശ്രയിക്കാനുള്ള ദൈവമേ, നീ മാത്രം അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വീണ്ടും കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. ദൈവഭയം പറഞ്ഞാൽ
ദൈവത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യമാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന, നമ്മൾ വെളിപാടിൽ കാണുന്നില്ല 4-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിലെ സകല വിശുദ്ധരും അവരുടെ കിരീടങ്ങൾ, തലയിലുള്ള കിരീടങ്ങളൊക്കെ ഊരി വെച്ചിട്ട് അവർ സാഷ്ടാംഗം വീണ് തല കുമ്പിട്ട് നിലത്ത് മുട്ടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. നീ ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കുന്നു. ഇത് വലിയൊരു മേഖലയാണ് ഇന്നത്തെ വചനങ്ങൾ. അപ്പം നമുക്ക് ആ ഒരു ബോധ്യം, അതായത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കും. പക്ഷെ ഈ ലോകത്തിൽ സാത്താൻ ഉള്ളത് കൊണ്ട് നിരന്തരം നമ്മളെ ആ കൃപയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന, അല്ലേ, യേശുവിൻ്റെ കാലത്ത് നമുക്കറിയാം താബോർ മലയിൽ ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യേശു രൂപാന്തരപ്പെട്ട സംഭവം ഉണ്ടല്ലോ. കർത്താവിൻ്റെ മഹത്വം അപ്പസ്തോലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അത് ഈ പത്രോസിനും യാക്കോബിനും യോഹന്നാനാണ്. കാരണം എന്താ? തൻ്റെ മഹത്വം വെളിപ്പെട്ട് കിട്ടുന്ന ആ ഒരു വെളിപ്പെടുത്തലിലൂടെയാണ് ഇവർ മുമ്പോട്ട് പോകേണ്ടത്. ഈ ഒരു ബോധ്യം, വിശ്വാസത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് കർത്താവിന് അവർക്ക് പത്രോസ് മാർപ്പാപ്പയാണ്, ആദ്യത്തെ മാർപ്പാപ്പ. യോഹന്നാനും യാക്കോബും ഒക്കെ വലിയ യാക്കോബിനെയാണ് ഹെറോദോസ് കൊന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ പൗലോസ് പറഞ്ഞ മരണമോ ആപത്തോ പട്ടിണിയോ വാളോ നഗ്നതയോ ക്രൂശോ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഒന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഒന്നും മാറണമെന്നില്ല, അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നം മാറാൻ വേണ്ടിയല്ലേ ഞാൻ എൻ്റെ അനുഭവം പറയട്ടെ, പണ്ടൊക്കെ നമ്മൾ ധ്യാനം കൂടാൻ പോകുന്നതും ധ്യാന ഗുരുക്കന്മാരെ കാണാൻ ഈ പ്രശ്നമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് മനസ്സിലായി ആ പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ പാപം മൂലവും നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ അറിയാതെ പോലും സാത്താൻ കൊണ്ടുവന്നതാണ്. പക്ഷെ ആ പ്രശ്നം ഇരിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ ദൈവം നേരെ മറിച്ചത് അനുഗ്രഹമാക്കി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതിയിലേക്ക് വന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതൊരു ബോധ്യമാണ്, അതൊരു വിശ്വാസമാണ്. ഇപ്പം എന്താണെങ്കിലും, അല്ലേ, പ്രശ്നമുണ്ടോ എന്താണ്, നമ്മുടെ ദൈവം നമ്മളെ വഴി നടത്തുന്നൊരു മേഖലയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ആ ഒരു മേഖല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. പ്രശ്നമുണ്ടായ ഉടനെ നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, വേണ്ടെന്നല്ല. പക്ഷേ നമ്മുടെ സഹനങ്ങളൊക്കെ ദൈവത്തിന്, യേശുവിൻ്റെ സഹനം ഉണ്ടായപ്പോൾ പിതാവെ നിവൃത്തിയുണ്ടെങ്കിൽ ഇതെന്നെ വിട്ടുപോകട്ടെ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞു. പൂർണ്ണമായി നമുക്കറിയാം, മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും അവിശ്വാസവും മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും പാപവും വഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട്, ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളെയും വഹിച്ചുകൊണ്ടാണ് നമ്മുടെ അവിശ്വാസവും നമ്മുടെ ഭയവും നമ്മുടെ ഉത്കണ്ഠയും നിരാശയും കുറ്റബോധവും വെറുപ്പും വിദ്വേഷവും നമ്മുടെ ആന്തരിക മുറിവുകൾ എന്തെല്ലാമാണ് അതെല്ലാം നമ്മൾ ഇന്നലെ ചിന്തിച്ചതല്ലേ. പൗലോസ് പറഞ്ഞ പോലെ യേശു നിങ്ങളുടേതല്ല, നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ അറിയണം, നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും ഇന്നുള്ള രോഗങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ അതും യേശു വിലയ്ക്ക് വാങ്ങിയതാണ് എന്ന് പറയുമ്പോൾ അവൻ അതിനുവേണ്ടി വില കൊടുത്തതാണ്. അവന്റെ രക്തം ചിന്തിയത് അതിനു വേണ്ടിയിട്ടാണ്. അവന്റെ ശരീരത്തിൽ അടികളേറ്റത് മുറികളേറ്റാണ് യേശു പറഞ്ഞത്. നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്. നമ്മളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് അവൻ അടികളേറ്റത്. അവനേറ്റ അടികളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ആ ഒരു ബോധ്യം ഉണ്ടാകണം, എൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങളൊന്നും എൻ്റേതല്ല, നമ്മൾ അവൻ്റേതായിരിക്കണം. അതാണ് പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുത്തെ ഭക്തരായിരിക്കുക, വിശുദ്ധരായിരിക്കുക, ഇതൊക്കെയാണ് കർത്താവിൻ്റെതായി നമ്മൾ ആകുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളും നമ്മുടെ ജീവിത പങ്കാളിയുടെ പ്രശ്നം, നമ്മുടെ മരിച്ചുപോയുടെ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല, അത് യേശുവിൻ്റെ പ്രശ്നമാണ്. അവനത് പരിഹരിച്ചു കഴിഞ്ഞതാണ്. അവൻ പരിഹരിക്കാത്ത ഒരു പ്രശ്നവുമില്ല. കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ അപ്പ എല്ലാം പൂർത്തിയായിരിക്കും. സാത്താൻ ഉണ്ടാക്കിയല്ല, യോഹന്നാനിൽ പറയുന്നുണ്ട്, സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായത്, മനുഷ്യനായിട്ട് അവതരിച്ചത്. കുരിശിൽ മരിക്കുന്നതിനും അത് പൂർത്തിയാക്കി. നമ്മളെക്കുറിച്ച്, മനുഷ്യവർഗത്തെ, ഓരോ മനുഷ്യനെ കുറിച്ചുമുള്ള രക്ഷയുടെ വഴി, രോഗങ്ങളും എല്ലാം സൗഖ്യമാക്കിയതാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും യേശു കാൽവരിയിൽ സൗഖ്യമാക്കിയതാണ്, പൂർത്തിയാക്കിയതാണ്. അപ്പോൾ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതാ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നമ്മളിത് പറയുന്നത് എന്താ? ആ യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ
ഒന്ന് നിറയുമ്പോഴാണ് നമുക്ക് യേശു എന്ത് നേടിത്തന്നു, കാൽവരിയിൽ യേശു എന്ത് നേടിത്തന്നു, അത് പൂർണ്ണമായി നമുക്ക് അനുഭവമായി തീരുന്നത്, സ്വന്തമായി തീരുന്നത് യേശുവിൻ്റെ ആത്മാവായി, പരിശുദ്ധാത്മാവായി നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുമ്പോഴാണ് നമ്മൾ അവൻ്റെ സ്വന്തമായി തീരുന്നത്. നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചെടുത്ത് നമ്മൾ പോയി താമസിക്കുമല്ലേ. ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നൊക്കെ പൗലോസ് പറഞ്ഞതുകൊണ്ടാണ്. യേശു വിലയ്ക്ക് വാങ്ങിയ ജീവിതങ്ങളിൽ അവൻ വസിക്കുമ്പോഴാണ് അവിടെ തിന്മ കയറില്ല. അല്ലെ, നമ്മുടെ വീട്ടിൽ താമസമില്ലാത്തടത്ത് എന്തെല്ലാം കയറും അവിടെ അല്ലേ. എലിയും പട്ടിയും പൂച്ചയും പാറ്റായും എല്ലാം കാണും. നമ്മുടെ താമസമുള്ള വീട് ഭംഗിയാട്. അപ്പൊ നമ്മളെ യേശു വിലയ്ക്ക് വാങ്ങിയത് ആത്മാവായി പിന്നീട് കുറെ നാൾ കഴിഞ്ഞ് അല്ലേ, കുറെ നാൾ കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് അല്ലെ 50 ദിവസം കഴിഞ്ഞ് പന്തക്കോസ്താ നാളിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവനെ സ്വന്തമാക്കിയ ജീവിതങ്ങളിൽ വന്ന് വസിക്കുകയാണ്. നമ്മളുടെ ഉള്ളം അവൻ്റെ വീടാണെന്ന്, നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. നമുക്ക് ഈ അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്കിന്നൊന്നും ചെയ്യാൻ പറ്റാത്തത്. അല്ല, ഇന്നലെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചെന്ന്, അവരെ പിടിച്ച് പീഡിപ്പിച്ച് അടിച്ചു മേലാല് യേശുവിൻ്റെ നാമത്തിലും അവരെന്തുവേണമെന്ന് പറഞ്ഞു. ഈ ഒരു നാമം മിണ്ടിപ്പോകും നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാകും. നമ്മൾ യേശു നാമം പറയുമ്പോൾ എന്തെങ്കിലും സന്തോഷിക്കണം, പിശാച് കൊണ്ടുവരും, എന്തെങ്കിലും മിണ്ടിപ്പോകരുത്. അവൻ്റെ നാമം പറഞ്ഞു പോകണം. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാകും, സഭയിലുണ്ടാകും, എല്ലായിടത്തും നമ്മൾ അറിയണം. ഇന്നലെ നമ്മൾ വായിച്ചതായിരുന്നു അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ ദേവാലയത്തിൽ യേശുവിന് നാമം പ്രസംഗിച്ച് അവരെ പിടിച്ച് അടിച്ചിട്ട് മേലാലൂടെ ഒന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞു വിട്ടു. അവരെന്താ ചെയ്തത്? അവരൊരുമിച്ച് കൂടി കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ച, കർത്താവേ, അവരുടെ ഭീഷണികളെ ശ്രവിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തില് എന്താ പ്രാർത്ഥിച്ചത്? യേശു നാമത്തില് രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി ദൈവമേ, അങ്ങയുടെ കൈകൾ ഞങ്ങളുടെ നേരെ നീട്ടണമേ. ഈ സമൂഹത്തിന്റെ നേരെ നീട്ടണമേ. അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ, പൂർണ്ണ ധൈര്യത്തോടെ, പൂർണ്ണ ബോധ്യത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. യേശുവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അവരൊരു ഹൃദയമാകുകയും ഒരു ആത്മാവ്, ഒരു കൂട്ടായ്മയായിട്ട് മാറി. അവരുടെ വസ്തുക്കളൊക്കെയും പൊതുവായി കരുതി. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരുടെ എല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. യേശുവിന്റെ പ്രവൃത്തി പോലെ യേശുവിന്റെ ആത്മാവ് ഇവരിലൂടെ പ്രവർത്തിച്ചിരുന്നു. ഇന്നും ഞാൻ പറയും, നമ്മളിന്ന് ജീവിതത്തിൽ നമ്മുടെ ജീവിതം നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുക്കുവാനായിട്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യമില്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസമില്ലാതെ ഇബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം മുഴുവനും പറഞ്ഞതാണ്. വിശ്വാസമില്ലാതെ 6 പറഞ്ഞു, എബ്രായ ലേഖനം 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നോക്കണം, അബ്രാഹത്തെ കുറിച്ച് പറയുന്നു. എത്രയോ കാലം ദൈവത്തെ കണ്ടിട്ടില്ല. അബ്രാഹം വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്നെ ആകപ്പാടെ 100 വയസ്സായപ്പോൾ കിട്ടിയ ഒരു കുഞ്ഞാണ്, ഒരു മകനാണ്. ഒരു രാത്രിയിൽ പറയാണ്, നീ അവനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോയിട്ട് നീ അവനെ എനിക്ക് വേണ്ടി ആടിനെ ബലിയർപ്പിക്കുന്ന പോലെ അവനെ കൊന്നിട്ട് അവനെ ദഹന ബലിയായി എനിക്ക് അർപ്പിക്കണമെന്ന് അബ്രാഹത്തോട് പറയാം. വിശ്വാസത്തിന്റെ ഒരു മേഖല എന്ന് പറയും. നമ്മളോട് വേറെ പണിയൊന്നുമില്ല, തോന്നലായിരിക്കും. അങ്ങനെയൊക്കെ ദൈവം അങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്കൊരു പ്രശ്നമുണ്ടായി, അല്ലെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, ദൈവം കൈവിട്ടു, ദൈവം പൂർണ്ണമാണ്, ദൈവത്തിൽ ഞാൻ ഇനി പള്ളിയിലും പോകുന്നില്ല, വട്ടക്കാരനും വേണ്ട, കുമ്പസാരവും വേണ്ട, ഒന്നും വേണ്ട, ഈ ദൈവത്തിൽ എനിക്ക് ആശ്രയം. എത്രയോ പേര് ഇപ്പോഴുണ്ടല്ലേ ലോകത്തിൽ അതുപോലെ പറഞ്ഞു നടക്കുന്നു. അവിടെ നമുക്ക് പരീക്ഷണം ഉണ്ടാകും. ഈശോ പറഞ്ഞു യോഹന്നാൻ 16:30, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
അപ്രതീക്ഷിതമായിട്ടൊന്നുപോലെ പെട്ടെന്ന് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. അത് സാത്താൻ ഇടയ്ക്ക് നിങ്ങളുടെ വിശ്വാസം ഇത് സത്യമാണോ ഉള്ളതാണോ എന്ന് അറിയാനായിട്ട് കൊണ്ടുവരുമ്പോൾ ദൈവം അത് അനുവദിക്കും. ദൈവത്തിന് നമ്മളെയൊക്കെ നല്ല സാറ് എൻ്റെ മക്കളെ, അവരെ എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചുവോ, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചുവോ. സാത്താനോട് ഇന്നും അത് തന്നെയുണ്ട്. നമ്മുടെ പേര് പറഞ്ഞ് പറയുന്നുണ്ട് സ്വർഗത്തിൽ, എൻ്റെ മക്കളെ നിങ്ങൾ കണ്ടോ, അവരെ പോലെ വിശ്വാസവും പ്രാർത്ഥനയുള്ളവരെ. അതമ്മ ഇന്ന് എൻ്റെ കയ്യിലേക്ക് ഒരു 5 മിനിറ്റ് വിട്ടുതരാൻ പറയും. ഇതുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അബ്രാഹത്തിനുണ്ടായപ്പോൾ അബ്രാഹം കൊണ്ടുപോവാണ്. ഭാര്യയോട് പോലും സാറാട് പറഞ്ഞാൽ എന്താ മിണ്ടയില്ല. സാറാട് പറയാതെ ബലിയർപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞേ അല്ലേ. വേലക്കാരുമായിട്ട് പോയി. വേലക്കാരെ കുറേ ഒരു മൈൽ താഴെ നിർത്തി മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ ഞാനും എൻ്റെ മകനും മാത്രമായി പോകുമ്പോൾ മോനും ചോദിച്ചു, അപ്പം നമുക്ക് കയ്യിൽ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, പക്ഷേ ആടില്ലല്ലോ. അബ്രാഹത്തിന് ചങ്ക് പടഞ്ഞു കാണും. പറഞ്ഞില്ല, അത് ദൈവം തന്നെ തരും. അബ്രാഹത്തിന്റെ ബോധ്യം എന്താ പറഞ്ഞത് ഇവിടെ? ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അബ്രാഹത്തോട്. എത്രയോ പ്രാവശ്യം പറഞ്ഞാണ് ദൈവം വെളിപ്പെട്ടുകൊണ്ട് നിന്റെ സന്തതി ഇസഹാക്കിലൂടെ, ഏകമകനാണ്, ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടും എന്ന് വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തന്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി മരിച്ചവരിൽ നിന്ന്, അല്ലെ, തന്റെ മകനെ കൊന്ന് ബലിയർപ്പിക്കാൻ പോവാണ്. പക്ഷെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ദൈവഹിതം ഞാൻ നിറവേറ്റിയാൽ മാത്രം മതി. അല്ലേ, ഇത് വെറും വിഡ്ഢിത്തമാണ്, ഫോഷത്തരമാണ്, മണ്ടത്തരമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതൊരു മേഖലയാണ്. തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ തന്നെയാണ് പോയത്. അവൻ മരിച്ചു പോവും, അവനെ കൊല്ലും. തന്റെ ഏകപുത്രനെ ബലി കഴിക്കാൻ ഒരുങ്ങി മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. നമുക്ക് പറ്റുമെന്നാണ് നമുക്ക് ചോദിക്കാൻ, കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങളിങ്ങനെ പോവുക, ഞങ്ങൾക്ക് വിശ്വാസത്തെ അപ്പസ്തോലൻ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഈശോയുടെ നിക്കോദേമോസിനോട് ഈശോ സംസാരിക്കുവാണ്. ഇന്നലെയൊക്കെ കേട്ടില്ല നമ്മൾ സംസാരിക്കുന്നിട്ട് ഈശോ വീണ്ടും പറയാണ്. ഇന്ന് യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി. അവിടെ അതാണ് പ്രധാനപ്പെട്ടത്. ഈ ലോകത്തിൽ ചിലപ്പോൾ അത്ഭുതം സംഭവിച്ചേക്കാം, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം ഇടപെട്ടേക്കാം, കാരാഗ്രഹത്തിൽ നമ്മളെ മോചിപ്പിച്ചേക്കാം, മനുഷ്യർക്ക് അസാധ്യമായതൊക്കെ നടന്നിട്ടുണ്ടല്ലേ, എത്രയോ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ. നമ്മൾ ചിന്തിച്ചു, അതായത് ഇതെല്ലാം കഴിഞ്ഞ് നിത്യതയില് നമ്മുടെ മരിച്ചുപോയവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥയുണ്ട്, ഒരവസരമുണ്ട്. ഈ മരിച്ചുപോയവരെല്ലാം ഒരുമിച്ച് കൂടി ഒരിക്കലും മരിക്കാത്ത പോലെ പരസ്പര സ്നേഹത്തിലും ക്ഷമയിലും കാരുണ്യത്തിലും യേശുവിന്റെ സ്നേഹത്തിലും അവന്റെ പ്രകാശത്തിലായിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതാണ് വിശ്വാസം. ഇവിടെ പൗലോസ് പറഞ്ഞാല് മരണമോ ആപത്തോ എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും കുറ്റം പറയത്തില്ല. ആ വരാനിരിക്കുന്ന നിത്യത അത് ഒരു കണ്ണും കണ്ടിട്ടില്ല കാതും കേട്ടില്ലെന്ന് പറഞ്ഞ ഒരു മേഖല. അവനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തർ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യേക അവൻ വഴി ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ, അതായത് അവനാണ് വഴിയും സത്യവും ജീവനും, അവനില്ല. ഇന്നലെ ചിന്തിച്ചല്ലേ ആ ദിവസം നിങ്ങൾ അറിയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും. നിങ്ങൾ എൻ്റെ ഉള്ളിൽ. ഈ വിശ്വാസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ്, കൃപയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ആ ദിവസം നിങ്ങൾ അറിയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ഉള്ളിൽ. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും. അതെ, കുരിശി കിടന്നപ്പോൾ നമ്മൾ അവൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് വിശ്വാസക്കുറവായതുകൊണ്ട് മരിക്കുമ്പോഴും നമ്മൾ അവൻ്റെ ഉള്ളിലുണ്ട്. കല്ലറയിൽ അടക്കപ്പെട്ടപ്പോഴും നമുക്ക് വിശ്വാസക്കുറവായതുകൊണ്ട് നമ്മളെയും കൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്.
നമ്മളെയും കൊണ്ടാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. ഇന്നലെ കൊളോസ്യർ 3 പറഞ്ഞില്ലേ, സ്വർഗത്തില് അവൻ യേശുവായി. കാരണം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ട് അവനോട് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുത്തപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞാണ്, അതുകൊണ്ട് നിങ്ങളെ എൻ്റെ ഉള്ളിലും, അടുത്താണ് പ്രധാനപ്പെട്ട എന്താ, ഞാൻ നിങ്ങളുടെ ഉള്ളിലും. അതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത. യേശുവിൻ്റെ ആത്മാവിലുണ്ട് എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അതാണ് പൂർണ്ണത. യേശുവിൻ്റെ ആത്മാ. അതാണ് പൗലോസ് പറഞ്ഞത്. അല്ലെ പത്രോസ് പറഞ്ഞില്ലേ, ഞങ്ങളുടെ കയ്യില് നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യില് സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ ആത്മാവാണിത് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കുള്ളത് യേശുവിനെ തന്നെ നിനക്ക് തരുന്ന, എടുത്തു പിടിച്ചു എന്ന് പറഞ്ഞു. കൈ നീട്ടിയപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള യേശുവാണ് കൈ നീട്ടി ആ തളർവാദ രോഗിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചത്. നല്ല ബോധ്യമുണ്ട് അവർക്ക്. പരിശുദ്ധ പരമാ ദൈവകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.